എല്ലാവർക്കും നമസ്കാരം. ആടാട്ടുപാട നെൽകൃഷിയുടെ പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മുടെ പാടത്ത് മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നെല്ലിന് പുഴുക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നെല്ലിൻ്റെ ഓലകളൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ അതിന് വേണ്ടി മരുന്നടിക്കുന്ന ഭാഗമാണ് പാർട്ട് 3യിൽ ചെയ്യുന്നത്. ഇതാണ് മരുന്ന് കുറ്റികളൊക്കെ 2 പണിക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പാടത്തൊക്കെ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അടുത്ത് ഞങ്ങളുടെ കണ്ടാണ്. ഇവിടെ ആരോ വന്നതെന്താണെന്ന് അറിയില്ല. ഇത് ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓലപ്പീപ്പി എന്ന് പറയാം. ഓലപ്പീപ്പി തന്നെ പണ്ട് ഞങ്ങൾ 90s കിഡ്സൊക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു ഓലപ്പീപ്പി. ഓലപ്പീപ്പിൻ്റെയാണ് സംഭവം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കറുത്ത് ഇരിക്കുന്ന എന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് ഒരു ഓലപ്പീപ്പിയാണ്. ചിരട്ടൊക്കെ കെട്ടിയിട്ട് ഊതി നോക്കിയില്ല, കാരണം അതിപ്പോൾ ആരും ഉപയോഗിച്ചെന്താണെന്ന് അറിയില്ല. പക്ഷെ അത് ഡൗട്ട് വരാൻ കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിലാകെ കറുത്ത് കരിഞ്ഞിരിക്കണതുകൊണ്ട് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. പണ്ടത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഓലപ്പിപ്പിയാണ് അത് ഉണ്ടാക്കുന്നത്. ഓലപ്പിപ്പിയാണ് ഇങ്ങനെ ഉണ്ടാക്കാറ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കരിഞ്ഞ് എന്തോ ഒരു സംഭവം പോലെ തോന്നിയപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇനി എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇതിപ്പോൾ ആരാണ് ഇവിടെ കൊണ്ടിട്ടെന്താണെന്ന് അറിയില്ല. പോട്ടെ, ഞാൻ വെള്ളത്തിൽ കളഞ്ഞു. ഇത് ഞങ്ങൾ പയറാട്ടോ, പയർ കൃഷിയാണ്. അതായത് ഞങ്ങളുടെ കണ്ടത്തിൻ്റെ ഈ ഒരു വരമ്പ് ഞങ്ങളുടെ കണ്ടത്തിൻ്റെ വരമ്പാണ്. അപ്പോൾ അവിടെ പയർ കൃഷി നടത്തിയതാണ്. അപ്പോൾ അത് നോക്കണതിൻ്റെ ഇടയിലാണ് ഒരു ഞവഞ്ഞി എന്നാണ് ഞങ്ങൾ തൃശ്ശൂരുള്ളവരൊക്കെ പറയുക. തൃശ്ശൂരുള്ളവരെല്ലാവരും എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ ഇടാട്ട് ഭാഗത്തുള്ളവർക്ക് എങ്ങനെയാണ് പറയുക ഞവഞ്ഞിന്ന്. ജീവനില്ലാന്ന് തോന്നുന്നു, ചത്തിട്ടുള്ള തോന്നുന്നു. ജീവനൊന്നുമില്ല, എനക്കൊന്നുമില്ല. ആൾക്ക് കണ്ടപ്പോൾ വെറുതെ നിർത്തി നോക്കിയതാണ്. അതിപ്പോൾ കോട്ടെ, ജീവനൊന്നുമില്ല. ഇനി വെള്ളത്തേക്ക് തന്നെ ഇട്ടുണ്ട്. ഇനി ജീവൻ ഉണ്ടെങ്കിൽ അപ്പോൾ കോട്ടെ. നമ്മുടെ വരമ്പത്ത് കുറേ കൊക്കുകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കൊക്കുകൾ തന്നെയാണ് എല്ലാവരും പറയാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കൊക്കുകൾ വരുമ്പോൾ ഇതുവരെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ അടുത്ത് പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പയർ കൃഷി ഇട്ട. കൊക്കുകളൊക്കെ പറന്ന് പോയി തുടങ്ങി. പയർ കുറേ നട്ടുണ്ട്. പയറിൻ്റെ വീഡിയോസൊക്കെ വലുതാകുമ്പോൾ വിളവൊക്കെ എടുപ്പൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കാം. ഇപ്പോൾ മരുന്നടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മരുന്നടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുകയാണ്. കൊക്കുകളൊക്കെ പറന്ന് പോന്നു. പാടത്ത് പോയി ആ വരമ്പത്തൊക്കെ പോയി ഇരുന്ന് പ്രാണികളെയും കാര്യങ്ങളൊക്കെ അതൊന്ന് നടക്കുകയാണ്. അങ്ങനെ കൊക്കുകൾ നടക്കുന്നു. പയർ അത്യാവശ്യം വലിപ്പമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ വരമ്പിൻ്റെ മുകളിലേക്കൊക്കെ പയറുകൾ കയറും. അത് നമുക്ക് വിളവെടുപ്പൊക്കെ എടുക്കാൻ പറ്റും. കുറേ പയർ കിട്ടും. വെള്ളത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ പയർ നന്നായി വളരും. പിന്നെ ഈ മരുന്ന് പുഴുവിനടിക്കുന്ന മരുന്നൊക്കെ പയറിന് നമ്മൾ അടിക്കും, പുഴുക്കേട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മരുന്നടി 2 പണിക്കാർ മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാളുടെ പണിക്ക് മരുന്നും കുറ്റി കംപ്ലൈൻ്റ് ആയിട്ട് ആൾ കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വർക്ക് നിർത്തിയേക്കാണ്. ഒരാളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നെല്ലിനൊന്നും ബാധിക്കില്ല കേട്ടോ. നെൽകൃഷിയിൽ ഇപ്പോൾ നെല്ലിന് നമ്മൾ അടിക്കുന്ന മരുന്ന് വളങ്ങളൊന്നും നമുക്കങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം നെല്ലുണ്ടാവണതിൻ്റെ മുമ്പാണ് നമ്മൾ ഈ മരുന്നുകളൊക്കെ അടിക്കുന്നത്. അതുമ്മ വരുന്ന പുഴുക്കൾ ഇതൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട്. നമുക്കങ്ങനെ ബാധിക്കും.